നമസ്കാരം. ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് വിളക്ക് കൊളുത്തേണ്ടത്, ഇതിൻ്റെ ഫലം നമുക്ക് ഉടനടി ലഭിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള ബ്രഹ്മമുഹൂർത്ത സമയം സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപുള്ള സമയമാണ്. സൂര്യൻ അസ്തമിക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ ഈ ഒരു സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. എങ്കിൽ കൂടിയും വെളുപ്പിന് 4:30 മുതൽ 5:10 വരെയുള്ള സമയത്ത് നമുക്ക് വിളക്ക് തെളിയിക്കാവുന്നതാണ്. 48 ദിവസം തുടർച്ചയായിട്ട് വിളക്ക് കൊളുത്തുക. അതും ഒരേ സമയത്ത് തന്നെ, എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ വിളക്ക് കൊളുത്താൻ ശ്രമിക്കണം. ഇത് നമ്മൾ 5 വിളക്കായിട്ടാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത്. അത് നമുക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ സുലഭമായിട്ട് തന്നെ എല്ലാ കടകളിലും ഓൺലൈൻ ഷോപ്പുകളിലെല്ലാം ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ ഒരു സെറ്റ് കിട്ടും. ഇനി ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മൺചിരാതിൽ 5 മൺചിരാതിൽ നമുക്ക് ഒരു തളികയിൽ 5 മൺചിരാത് വെച്ചിട്ട് കിഴക്കോട്ടാണ് വിളക്ക് തെളിയിക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ഈ വിളക്ക് പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിക്കാം, നിർബന്ധമില്ല. പ്രധാന മുറിയിലോ അടുക്കളയിലോ പൂജാമുറിയിലോ നമുക്ക് വിളക്ക് തെളിയിക്കാം. കുളിച്ചതിന് ശേഷം മാത്രം വിളക്ക് കൊളുത്തുന്നതാണ് ഉത്തമം. എങ്കിലും എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഉള്ളവർ 1-2 ദിവസം കുളിച്ചില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരീരശുദ്ധി ഇതിന് പ്രധാനമാണ്. തലേദിവസം നമ്മൾ മത്സ്യമാംസാദികൾ കഴിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിലും, അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് കിടക്കുന്നവരൊക്കെ എല്ലാവരും കുളിച്ചതിന് ശേഷം മാത്രം വിളക്ക് തെളിയിക്കുക. പീരീഡ് സമയത്ത് വിളക്ക് കൊളുത്താൻ പാടില്ല. അതുപോലെ തന്നെ പീരീഡ്സ് ആയ വ്യക്തിയുടെ കൂടെ കിടക്കുന്നവരും കുളിച്ചതിന് ശേഷം മാത്രം വിളക്ക് കൊളുത്തുക. പീരീഡ്സിൻ്റെ ആ ഒരു സമയം 7 ദിവസത്തിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് വീണ്ടും വിളക്ക് കൊളുത്താവുന്നതാണ്. ആ ഒരു സമയത്തേക്ക് വിളക്ക് തെളിയിക്കരുത്. ആ സമയത്ത് വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിച്ച് നമുക്ക് നമ്മളുടെ ഇഷ്ടദേവനെയോ ദേവതയോ മനസ്സിൽ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് 48 ദിവസം ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ അത് ഉടനടി അതിൻ്റെ ഫലം ലഭിക്കുകയും ആ ഒരു നമ്മളുടെ വീട്ടിൽ ആ ഒരു ഐശ്വര്യവും എല്ലാം സമ്പൽ സമൃദ്ധിയും എല്ലാം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നല്ലൊരു ഐശ്വര്യമായിട്ടുള്ള ഒരു ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം.